ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിലെ പാരീസിലാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയ ഐഫൽ ടവർ അഥവാ ഈഫൽ ടവർ ഇവിടെയാണ്. ഞാൻ ഈഫൽ ടവറിൻ്റെ അടുത്തേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് വഴിയിൽ ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് കണ്ട് കുറച്ചു നേരം അവിടെ നിന്നത്. ആർട്ടിൻ്റെയും ഫാഷൻ്റെയും ആഗോള കേന്ദ്രമായി അറിയപ്പെടുന്ന സിറ്റിയാണ് പാരീസ്. പാരീസ് മ്യൂസിയങ്ങൾക്കും വാസ്തുവിദ്യയ്ക്കും പേര് കേട്ടതാണ്. സിറ്റി ഓഫ് ലൈറ്റ്സ്, സിറ്റി ഓഫ് ലവ് എന്നീ വിശേഷണങ്ങളും പാരീസിനുണ്ട്. ഫ്രാൻസിലെ ഏറ്റവും ഉയരമുള്ള സ്മാരകമായ ഈഫൽ ടവറിന് 324 മീറ്റർ ഉയരമാണുള്ളത്. 1889 പൂർണ്ണമായും ഇരുമ്പിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈഫൽ ടവർ. 3 നിലകളുള്ള ഈഫൽ ടവർ 1ഉം 2ഉം നിലകളിൽ സന്ദർശകർക്കായി റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈഫൽ ടവറിന്റെ 2ാമത്തെ നിലയിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ സിറ്റിയുടെ മനോഹരമായ ഒരു വ്യൂ കാണാൻ സാധിക്കും. 3ാമത്തെ നില ചില്ലുകൊണ്ട് അടച്ച രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാവരും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത് അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാരീസിലും നമുക്കൊരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ സാധിക്കും. അമേരിക്കയിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രഞ്ചുകാർ അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയതാണ്. 1886 ഇത് നൽകിയത്. ഇതിന് 3 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിലുള്ള അമേരിക്കക്കാർ അതുപോലെ തന്നെയുള്ള ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിക്കുകയും അത് ഫ്രാൻസിന് നൽകുകയും ചെയ്തു. ഇത് ഈഫൽ ടവറിൽ നിന്ന് കുറച്ച് അകലെയാണെങ്കിലും നമുക്ക് ഈഫൽ ടവറിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. 1889 ഇത് സ്ഥാപിച്ച സമയത്ത് ഇത് ഈഫൽ ടവറിനെ ഫേസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. എന്നാൽ 1937 ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുകയും ന്യൂയോർക്കിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ആക്കുകയും ചെയ്തു. അതിനുശേഷം വൈകുന്നേരം ഞാൻ പോയത് മ്യൂലൻ റൂഷ് സ്ഥിതി ചെയ്യുന്ന പിഗാൽ ഏരിയയിലേക്കാണ്. മ്യൂലൻ റൂഷ് സഞ്ചാരികൾക്ക് മ്യൂസിക്കൽ ഡാൻസ് എന്റർടൈൻമെന്റ് ഒരുക്കുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ മനോഹരമായ ഒരു വിൻഡ് മില്ലിന്റെ രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യൂറോപ്പിലെ തന്നെ മറ്റ് പല സിറ്റികളിലും മ്യൂലൻ റൂഷ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും പാരീസിലുള്ളതാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. പാരീസിലെ മറ്റൊരു അട്രാക്ഷനാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പെയിന്റിംഗ് ആയ മോണാലിസ. 15ാം നൂറ്റാണ്ടിൽ ലിയനാർഡോ ഡാവിഞ്ചി വരച്ച ഈ ചിത്രം പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ ലൂവർ മ്യൂസിയത്തിൽ 35,000-ഓളം ആർട്ട് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. വർഷത്തിൽ 1 കോടിയോളം ആളുകൾ വരുന്ന ലൂവർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയമാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമാണ് ഡിസ്നിലാൻഡ്. എന്നും വൈകിട്ട് 5 മണിക്ക് ഇവിടെ ഒരു പരേഡുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ ഒരുവിധപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെയിൻ നദിക്കരയിലാണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. നദിയിലൂടെയുള്ള ബോട്ട് യാത്ര സഞ്ചാരികൾക്ക് ഏറ്റവും ആസ്വാദികരമായ ഒന്നാണ്. രാത്രിയിൽ ഒരു 10:30 ഞാൻ വീണ്ടും ഈഫൽ ടവറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്.
എല്ലാ ദിവസവും രാത്രിയിൽ ഓരോ മണിക്കൂർ ഇടവേളകളിൽ ഈഫൽ ടവറിൽ ലൈറ്റ് ഷോ ഉണ്ടായിരിക്കുന്നതാണ്. 20,000-ഓളം ബൾബുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. 11 മണിക്കാണ് അടുത്ത ലൈറ്റ് ഷോ തുടങ്ങുന്നത്. മനോഹരമായ ലൈറ്റ് ഷോ കഴിഞ്ഞ് ഞാൻ എൻ്റെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. മറ്റൊരു യൂറോപ്യൻ രാജ്യത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.